പാത്തുമ്മയുടെ ആട്. ആസ്വാദനക്കുറിപ്പ്. 1959 പ്രസിദ്ധീകരിച്ച വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാസ്റ്റർ പീസുകളിൽ ഒന്നാണ് പാത്തുമ്മയുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി. 1989 ഈ നോവലിന് മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. ബഷീറും കുടുംബവും തമ്മിലുള്ള സ്നേഹവും വഴക്കും ലളിതമായും ഹാസ്യരൂപേണയും ഈ രചനയിൽ കാണാം. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ബഷീറിൻ്റെ എഴുത്തുകൾ. കഥയിലെ പ്രധാന കഥാപാത്രം പാത്തുമ്മയുടെ ആടാണ്. ബഷീറിൻ്റെ തറവാട്ട് വീട്ടിൽ വെച്ചാണ് ഈ കഥ നടക്കുന്നത്. ഗ്രാമീണ അന്തരീക്ഷവും അദ്ദേഹത്തിൻ്റെ കുടുംബ അംഗങ്ങളും എല്ലാം ചേർന്നതാണ് പാത്തുമ്മയുടെ ആട് എന്ന നോവൽ. ബഷീറിൻ്റെ 2 സഹോദരന്മാരിൽ മൂത്ത ആളാണ് പാത്തുമ്മ. കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ആട് ഈ പാത്തുമ്മയുടേതാണ്. പാത്തുമ്മ, ഭർത്താവ് കൊച്ചുണ്ണി, മകൾ ഖദീജ എന്നിവർ തറവാട്ട് വീട്ടിൽ നിന്ന് മാറിയാണ് താമസിച്ചിരുന്നതെങ്കിലും എന്നും അവർ തറവാട്ട് വീട്ടിലേക്ക് വരും. കഥയിൽ തൻ്റെ വീട്ടിലെ കോഴികളെയും കാക്കകളെയും പൂച്ചകളെയും എലിയും പ്ലാവ്, ചാമ്പാമരം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിൽ ദാരിദ്ര്യമായതിനാൽ ചാമ്പയ്ക്ക വിറ്റ് കാശുണ്ടാക്കുന്ന ഉമ്മയെയും ബഷീർ ഇതിൽ പറയുന്നുണ്ട്. കുടുംബത്തിൽ എല്ലാവർക്കും കാശ് വേണമെന്ന് നോവലിൽ ബഷീർ പറയുന്നുണ്ട്. ഉമ്മയും അയൽപക്കത്തെ സ്ത്രീകളുമെല്ലാം ബഷീറിനോട് അടുപ്പം കാണിച്ച് കാശ് ആവശ്യപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ബഷീറിന് കഴിയുന്ന സഹായം കൊടുക്കുന്നതായി നമുക്ക് കാണാം. ഉമ്മയാണെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായ പാത്രങ്ങൾ, മെത്ത, ചെമ്പുകലം തുടങ്ങിയവയെല്ലാം ബഷീറിനെ കൊണ്ട് ഓരോ ന്യായങ്ങൾ പറഞ്ഞ് വാങ്ങിപ്പിക്കും. പാത്തുമ്മയുടെ ആടിന് ഭക്ഷണം കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും പ്രസവം എടുക്കുന്നതും എല്ലാം തറവാട്ടു വീട്ടിലാണ്. പക്ഷേ പാത്തുമ്മ അതിൻ്റെ പാൽ പുറത്തു വിൽക്കാൻ ശ്രമിച്ചിരുന്നു. കാശിൻ്റെ ആവശ്യക്കൂടുതൽ കൊണ്ടാവാം എന്നും പറഞ്ഞ് അവർ സമാധാനപ്പെടുന്നുണ്ട്. ബഷീർ പാത്തുമ്മയുടെ വീടിൻ്റെ അവസ്ഥ വിവരിക്കുമ്പോൾ പാത്തുമ്മയുടെ ദയനീയ അവസ്ഥ വായനക്കാരെ മുറിവേൽപ്പിക്കുന്നുണ്ട്. പകൽ അന്തിയോളം പണിയെടുക്കുന്ന ആ വീട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ അദ്ദേഹം കാണുന്നുണ്ട്. പകൽ മുഴുവനും പണിയും ഭക്ഷണത്തിനായി കപ്പപ്പുട്ടും ഒരു നുള്ള് തേയിലയിട്ട് പഞ്ചസാരയിടാത്ത ചായയുമാണ് അവരുടെ ഭക്ഷണം. അടുത്തതായി വീട്ടിൽ അരങ്ങേറുന്ന മോഷണത്തിൻ്റെ കഥയാണ് പറയുന്നത്. അബ്ദുൽ ഖാദറിൻ്റെയും ബഷീറിൻ്റെയും നെയ് മോഷണവും. മുല കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹനീഫ വെട്ടില വട്ടിയിൽ നിന്നും കാശ് കട്ടതും ഉമ്മ മനസ്സിലാകാത്ത രീതിയിൽ പണം മോഷ്ടിച്ചതും അനുജന്മാർ എല്ലാവരും ബഷീറിൻ്റെ മുണ്ടും ഷർട്ട് കട്ടെടുത്തതും എന്ന് തുടങ്ങുന്ന വീട്ടിലുള്ള സകല മോഷണങ്ങളും കഥയിൽ വിവരിക്കുന്നുണ്ട്. എന്നിരുന്നാലും പെണ്ണുങ്ങൾ പാത്തുമ്മയുടെ ആടിൻ്റെ പാൽ മോഷ്ടിച്ചത് ബഷീറിന് അത്ര ഇഷ്ടമായില്ല. ചിലപ്പോൾ പാത്തുമ്മയുടെ ദയനീയ അവസ്ഥ അറിഞ്ഞതുകൊണ്ടായിരിക്കാം. എന്നിരുന്നാലും പിന്നീട് ഗത്യന്തരമില്ലാതെ പാത്തുമ്മ വീട്ടിലേക്ക് കുറച്ച് പാൽ കൊടുക്കുന്നുണ്ട്. പിന്നെ വീട്ടുകാർ മോഷ്ടിക്കുന്ന കുറച്ച് പാലും. അങ്ങനെ 2 തരത്തിൽ വീട്ടിൽ പാൽ കിട്ടിത്തുടങ്ങി. എല്ലാവർക്കും കാശിൻ്റെ ആവശ്യകതകളുണ്ട്. ഓരോരുത്തർക്കും അത് പരിഹരിക്കാൻ ഓരോ ആവശ്യങ്ങളുമുണ്ട്. നാട് ചുറ്റി അവസാനം വീട്ടിലെത്തിയ ബഷീർ നേരിടുന്നത് പ്രതികൂലമായ സാഹചര്യമാണ്. എന്നിരുന്നാലും ബഷീർ ഇതിനോട് പൊരുത്തപ്പെടുന്നുണ്ട്. മനുഷ്യബന്ധങ്ങളുടെ ആഴവും സ്നേഹവും കുടുംബ പ്രാധാന്യവും കാണിച്ചു തരികയാണ് ബഷീർ ഈ നോവലിലൂടെ. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷമാണ് അതിമനോഹരമായി ബഷീർ ഇതിൽ ചിത്രീകരിക്കുന്നത്. പരസ്പര സ്നേഹമുള്ളതുകൊണ്ട് ആരും വഴക്കിട്ട് പിരിയുന്നില്ല എന്നതാണ് ഈ നോവൽ തരുന്ന സന്ദേശം.